ഞങ്ങളെ ശാരീരികമായി നന്നായിട്ട് മർദ്ദിച്ചു. അതായത് നമ്മൾ സാധാരണ പറയുമല്ലോ, നല്ല കാര്യങ്ങൾ നമുക്ക് ഓർക്കാം, അതിന് സന്തോഷിക്കാം, അതിനെക്കുറിച്ച് എങ്കിൽ പോലും അതൊക്കെ ഒരു ഫ്ലാഷ് ബാക്ക് പോലെ താങ്കളുടെ മനസ്സിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടാവില്ലേ? വരും. അത് അത്ര സുഖമുള്ള കാര്യമല്ല. സുഖമുള്ള കാര്യമല്ല. അത് സുഖമുള്ള കാര്യമല്ലെന്ന് വെച്ചാൽ ഐ ഡോണ്ട് വാണ്ട് ടു റീകോൾ ദാറ്റ് ഇൻസിഡൻറ്റ്. റീകോൾ ദാറ്റ് ഇൻസിഡൻറ്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് സംതിങ് ലൈക്ക് നമ്മൾ സിനിമയിൽ കാണുന്നത് പോലെയുള്ള ഒരു സീനൊന്നുമല്ല. ഇപ്പോൾ എൻ്റെ സിനിമ, ഇപ്പോൾ നമ്മുടെ കഥ സിനിമയായിട്ട് എടുക്കുന്നുണ്ട്. ആ സിനിമയിൽ ഞാൻ അതുപോലെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്താ നടന്നതെന്നുള്ളത്. അപ്പോൾ അതുപോലെ അവരതിനകത്ത് റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ടെസ്റ്റ് കാണണമെങ്കിൽ ആ സിനിമ കാണുമ്പോൾ. പക്ഷേ അതിൽ ചെറിയ ഒരു ഇൻസിഡൻറ്റ്, ഞാൻ താങ്കളുടെ പുസ്തകം വായിച്ച ഒരാളാണ്, ഒരു ഇൻസിഡൻറ്റ് എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. അതായത് താങ്കൾ മർദ്ദനവും ശാരീരിക പീഡനവും സഹിച്ച് താങ്കൾ ഒരു ഗ്ലാസ് വെള്ളത്തിന് വേണ്ടിയിട്ട് കേഴുന്നുണ്ട്. വെള്ളം കൊണ്ട നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് വെള്ളം നിങ്ങളുടെ മുഖത്തേക്ക് എറിയുകയാണ് അല്ലേ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഫ്ലാഷ് ചെയ്യും. വെള്ളം കുടിച്ചോളാൻ പറയും. ഞാനങ്ങനെ നിൽക്കുകയാണ്. അതിനിടയ്ക്ക് വെള്ളം കൊണ്ടുവരുമ്പോൾ അത് വാങ്ങിക്കാനായിട്ട് ഞാൻ എളിക്കുമ്പോഴാണ് ഈ വെള്ളം മുഖത്തിൽ അടിക്കുന്നത്. അതിനിടയ്ക്ക് ഒരാളിങ്ങനെ ചെയർ ഊരിക്കൊണ്ടുപോയി. അപ്പോൾ ഞാൻ ചെയർ നോക്കുന്നു, ഇരിക്കാനായിട്ട് ഒരു ചെയറില്ല. അപ്പോഴാണ് അവർ പറയുന്നത്, യു ബാസ്റ്റേഡ്, യു ഡോണ്ട് ഡിസർവ് എ സീറ്റ്. ഓക്കെ. പിന്നെ വെള്ളത്തിൻ്റെ കാര്യം ഇങ്ങനെ സംഭവിച്ചപ്പം യു ഡോണ്ട് ഡിസർവ് എ ഗ്ലാസ് ഓഫ് വാട്ടർ. ശരി, രണ്ടും സംഭവിച്ചു. അപ്പം നിൽക്കുകയാണ്. ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് വേറൊരു ഓഫീസർ, മിസ്റ്റർ നമ്പി പ്ലീസ് ബി സീറ്റഡ്. ഞാൻ പറഞ്ഞു, ഐ എം നോട്ട് ഗോയിങ് ടു സിറ്റ് ഡൗൺ. വൈ? ബിക്കോസ് ഞാനൊരു സ്പൈ. അപ്പോൾ നിങ്ങൾ കൺഫസ് ചെയ്യണോ? ഞാൻ പറഞ്ഞു, അങ്ങനെയാണ് നിങ്ങളുടെ ആൾക്കാരൊക്കെ പറയുന്നത്. Come on, please be seated. I said, I won't sit unless those fellows apologize for what they have done. അവർ പോയി. അതുപോലെ വെള്ളവും കുടിച്ചിട്ടില്ല, ഒരു സീറ്റും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. താങ്കളുടെ നിപ്പ് സമരം തുടങ്ങുകയാണ് അവിടെ. അതാണ് രസം. ഒരു 10-12 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരാൾ ചോദിക്കുകയാണ്, ഹൗ ലോങ് യു വിൽ സ്റ്റാൻഡ്? ഞാൻ പറഞ്ഞു, ആസ് ലോങ് ആസ് മൈ ഫിസിക് പെർമിറ്റ്സ്. അടുത്ത ചോദ്യം, നിങ്ങൾ സത്യാഗ്രഹം ചെയ്യുന്നുണ്ടോ? അപ്പോഴാണ് എനിക്ക് മനസ്സിൽ ഇതാണോ സത്യാഗ്രഹം എന്ന് എനിക്ക് തോന്നുകയാണ്. ആക്ച്വലി ഈ ഗാന്ധിയുടെ ഒരു പടം ഞാൻ കണ്ടു, 9 hours to Rama. ബ്രിട്ടാസ് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അട്ടൻബറോയുടെ ഇതല്ല, വേറൊരു ദാറ്റ് ഫിലിം ഈസ് ബാൻഡ് ഇൻ ഇന്ത്യ. അപ്പോൾ എനിക്ക് സത്യത്തിൽ ആസ് എ സ്റ്റുഡൻറ്റ് എനിക്ക് ഗാന്ധിയെക്കുറിച്ച് വലിയ ഒരു അപ്രിസിയേഷൻ ഇല്ലാത്ത ഒരാളാണ്. അത് എൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ബട്ട് ഫോർ ഗാന്ധി നമുക്ക് സ്വാതന്ത്ര്യം അതിന് മുമ്പേ കിട്ടിയിരിക്കും എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. ഗാന്ധി അങ്ങനെ എടുത്ത് ഡ്രാഗ് ചെയ്ത് പോയോ എന്നുള്ള ഒരു സംശയം. അതിന് ചുരുക്കം പറഞ്ഞാൽ ഗാന്ധിയെക്കുറിച്ച് വലിയ ഒരു റെസ്പെക്റ്റ് ഇല്ലാത്ത ഒരാളാണ്. പക്ഷേ 9 hours to Rama കണ്ടപ്പോൾ ആ കംപ്ലീറ്റ് കോൺസെപ്റ്റ് മാറി. ഇങ്ങനെ ഒരു മനുഷ്യനാണോ? അപ്പോൾ ഇവൻ ചോദിക്കുമ്പോൾ ആ സത്യാഗ്രഹമായിട്ട് ഞാൻ ലിങ്ക് ചെയ്തു. അപ്പോൾ താങ്കൾ പിന്നീട് ഒരു ഗാന്ധിയുടെ ആരാധകനായി മാറി. റെസ്പെക്റ്റ് വന്നു. പക്ഷേ ഇതിനകത്ത് സംഭവിച്ചത്, ഈ ഗാന്ധിയെക്കുറിച്ച് സത്യാഗ്രഹം വെച്ചാൽ ആ പവർ ഓഫ് സത്യാഗ്രഹം ഞാൻ കണ്ടു അവിടെ. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 10-30 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ താഴെ കുഴഞ്ഞു വീഴുന്നു, ബോധമില്ല. ചെറിയൊരു സംതിങ് ലൈക്ക് ഒരു സ്വപ്ന ലോകത്തിൽ. അപ്പോൾ അവർ എന്നെ പൊക്കി ഒരു കട്ടിലിൽ കൊണ്ട് കിടത്തുമ്പോൾ ഒരാൾ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലടോ, ഈ മനുഷ്യൻ ചത്തുപോയാൽ ആരും ഉത്തരം പറയും? വിളിക്കടോ, മറ്റവനെ വിളിക്കടോ, അവൻ്റെ ശ്രീകുമാരത്തിനെ വിളിക്കും, ശ്രീകുമാർ. ഇങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുന്നതൊക്കെ നമ്മുടെ കാതിൽ കേൾക്കും. ഇങ്ങനെ മുഴങ്ങുന്നുണ്ട്. ഇത് നിങ്ങൾ പിന്നെ ശ്രീ നമ്പിനാരായണൻ മരിച്ചു പോയാൽ അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണെന്ന് അവർ പറഞ്ഞത്? അവർ പറയാണ് നമ്മളായിരിക്കും അകപ്പെടുന്നത്, അവരൊക്കെ എസ്കേപ്പ് ചെയ്ത് പോകും. അവരെ വിളിക്കടോ, ശ്രീകുമാറും സിബി മാത്യൂസ് ഒക്കെ എസ്കേപ്പ് ചെയ്യും. അപ്പോഴാണ് ഇതിൻ്റെ സത്യാഗ്രഹത്തിൻ്റെ. അപ്പോൾ വെള്ളം കൊടുക്കാമായിരുന്നു, നിങ്ങൾ ആവശ്യമില്ലാതാണ് അങ്ങനെ പിടിച്ച് നിർത്തിയതെന്ന് പറഞ്ഞ് ഒരാൾ. അപ്പോഴാണ് ഒരാൾ മറ്റൊരാളുടെ പേര് വിളിച്ച് പറയുന്നു, ജയപ്രകാശ് എന്ന് പറഞ്ഞൊരു പേര്. അപ്പോൾ ഈ ജയപ്രകാശിനുള്ള പേര് എനിക്ക് സത്യത്തിൽ ആരാണെന്നുള്ളത് ഒരു പിടിയില്ലാന്ന് പറഞ്ഞ് ഞാൻ കണ്ണിങ്ങനെ തുറന്ന് നോക്കുമ്പോൾ എനിക്ക് ആ മോഹം രജിസ്റ്ററായി എൻ്റെ മനസ്സിൽ. അപ്പോൾ ആ സമയമാണ് എനിക്ക് ഓർമ്മ വരുന്നത്, ഈ ജയപ്രകാശിന് പറയുന്ന ആളാണ് ലോകത്തെറി മുഴുവനും വിളിച്ചത്. അതിനു മുമ്പ് സത്യത്തിൽ നമ്മൾ വീട്ടിൽ അല്ലെങ്കിൽ ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയിൽ നമ്മളാരും നമ്മുടെ നാക്ക് കൊണ്ട് പറയാത്ത വാക്കുകൾ. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്തു,
എൻ്റെ ബുക്കിലും ഈ ജയപ്രകാശിനെ കുറിച്ച് ഇപ്പോൾ ഇൻ്റർവ്യൂവിലും ഞാനിത് പ്രത്യേകം പേരെടുത്ത് പറയാൻ കാരണം ഇപ്പോൾ അങ്ങേർക്കും 10-20 വർഷം കാണുമല്ലോ, 25 വർഷം കാണും. അങ്ങേർക്ക് പിള്ളേരൊക്കെ ഉണ്ടാവും, കുട്ടികളൊക്കെ പേരക്കുട്ടികളൊക്കെ ഉണ്ടാവും. അവരൊക്കെ മനസ്സിലാക്കട്ടെ നമ്മുടെ അപ്പൂപ്പൻ ഇങ്ങനെ ഇത്രയും മോശപ്പെട്ട ആളാണ് എന്ന്. അല്ലെങ്കിൽ അങ്ങേര് എനിക്ക് എഗൻസ്റ്റായിട്ട് ഒരു ഡിഫമേഷൻ കേസ് കൊടുക്കട്ടെ. അപ്പോൾ താങ്കൾ ആ ജയപ്രകാശ് എന്നുള്ളത് വളരെ മോശമായി അസഭ്യവർഷം ചൊരിഞ്ഞ ഒരാൾക്ക് കൊടുക്കുന്ന പരമാവധി ശിക്ഷയാണിത്. ശിക്ഷയാണോ ഇൻവെസ്റ്റിഗേഷൻ ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ വരുന്നില്ല അങ്ങേര്, മുമ്പോട്ട് വരുന്നില്ല. അയാൾ എവിടെയാണെന്ന് അറിയില്ല. ഒരു IB ആണെന്നറിയാം. കാരണം മറ്റേ CBI അവർക്ക് കൊടുത്തിട്ടുള്ള ലിസ്റ്റിൽ CB മാത്യു ജോൺ, RB ശ്രീകുമാർ, CM രവീന്ദ്രൻ, ഈ 3 പേരും IPS ആണ്. അത് കഴിഞ്ഞിട്ട് ഈ ജയപ്രകാശ്, പിന്നെ CRR നായർ, CG നായർ, പിന്നെ മൈനി, ഇങ്ങനെ കുറേ. ഇതിൽ താങ്കൾക്ക് ഏറ്റവും ഇപ്പോഴും മനസ്സിൽ നിന്ന് മാറ്റി കളയാൻ കഴിയാത്തത് ഈ ജയപ്രകാശ് താങ്കളുടെ മുകളിൽ ചൊരിഞ്ഞ അസഭ്യങ്ങളാണ്. അല്ല, അത് വളരെ ഇൻഡീസെൻ്റ് അല്ല, ചീപ്പായിട്ട് ബിഹേവ് ചെയ്തു. അതായത് ചാലയിൽ ഞാൻ ജീവിച്ചിരിപ്പുണ്ട്. അവിടെ ഈ ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടി വരുമ്പോൾ ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിക്കുന്ന ഇതുണ്ടല്ലോ, അത് കൊള്ളാം, അത് നമുക്ക് സഹിക്കാം. അതിനെക്കാട്ടിലും മോശമായിട്ടുള്ള ഒരു വാക്കുകളാണ് അവർ ഉപയോഗിക്കുന്നതും നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കാൻ കഴിയാത്ത വാക്കുകൾ. പക്ഷെ താങ്കൾ കുഴഞ്ഞു വീണപ്പേനും അവരും പേടിച്ചു തുടങ്ങി, പരിഭ്രാന്തരായി ഭയങ്കരമായിട്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഈ സത്യാഗ്രഹത്തിൻ്റെ ശക്തി, പവർ ഓഫ് സത്യാഗ്രഹം.